ഇന്നത്തെ സുവിശേഷത്തിൽ മറ്റെല്ലാ ശബ്ദങ്ങളെയും മറികടന്ന് ഉയരുന്ന ഒരു നിലവിളിയുണ്ട്. ജനക്കൂട്ടം ബഹളമയമാണ്. ജെറീക്കോയിൽ നിന്ന് പൊടിപടർന്ന വഴിയിലൂടെ ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും യേശുവിനെ കാണാം. എന്നാൽ പെട്ടെന്ന് ഒരു നിരാശയും വേദനയും നിറഞ്ഞ ശബ്ദം ആ മുഴുവൻ ശബ്ദങ്ങളെയും ഭേദിച്ചു ഉയരുന്നു. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നോട് കരുണ കാണിക്കണമേ. അത് വഴിയരികിൽ ഇരുന്നിരുന്ന അന്ധനായ ഭിക്ഷക്കാരൻ ബർത്തിമായിയുടെ നിലവിളിയായിരുന്നു. ഒരുപക്ഷെ ആ നിലവിളി നമ്മുടെ നിലവിളിയും ആകാം. കാരണം നമ്മൾ സത്യസന്ധരാണെങ്കിൽ ജീവിതത്തിൽ പല നിമിഷങ്ങളിലും നാം ഇരുട്ടിൽ ഇരിക്കുന്നവരാകുന്നു. അത് ശാരീരികമായ ഇരുട്ടല്ല, ആത്മീയമായ ഇരുട്ടാണ്. ദുഃഖം നമ്മെ അന്ധരാക്കുന്ന നിമിഷങ്ങളുണ്ട്. ഭയം നമ്മെ അന്ധരാക്കുന്നു. പാപം നമ്മെ അന്ധരാക്കുന്നു. നിരാശ നമ്മെ അന്ധരാക്കുന്നു. നാം പ്രാർത്ഥിക്കുന്നു, പക്ഷേ സ്വർഗം നിശബ്ദമാണെന്ന് തോന്നുന്നു. ജീവിതത്തിലൂടെ നാം നടക്കുന്നു, എന്നാൽ മുന്നോട്ടുള്ള വഴി നമുക്ക് കാണാനാകുന്നില്ല. ജെറീക്കോയുടെ പുറത്തിരുന്ന ഒരു അന്ധൻ മാത്രമല്ല ബർത്തിമായി. ജീവിതത്തിന്റെ വഴിയരികിൽ ഒരിക്കലെങ്കിലും നഷ്ടപ്പെട്ടവനായി, ക്ഷീണിതനായി, മറക്കപ്പെട്ടവനായി, ഭയപ്പെട്ടവനായി ഇരുന്ന ഓരോ മനുഷ്യന്റെയും പ്രതിരൂപമാണ് അവൻ. എന്നാൽ മനോഹരമായ കാര്യം ഇതാണ്, ബർത്തിമായി മിണ്ടാതിരിക്കുവാൻ തയ്യാറായില്ല. ജനക്കൂട്ടം അവനെ തടയാൻ ശ്രമിച്ചു. മിണ്ടാതിരിക്കുക, അവർ പറഞ്ഞു. ഗുരുവിനെ ശല്യപ്പെടുത്തരുത്. എന്നാൽ അവർ അവനെ എത്രത്തോളം നിശബ്ദനാക്കാൻ ശ്രമിച്ചുവോ അത്രയും അധികം അവൻ നിലവിളിച്ചു. അതാണ് ധൈര്യം. യഥാർത്ഥ ധൈര്യം ഭയമില്ലായ്മയല്ല, ഭയപ്പെട്ടുകൊണ്ടിരുന്നാലും നിലവിളിക്കാനുള്ള ശക്തിയാണ് യഥാർത്ഥ ധൈര്യം. ലോകം നമ്മോട് മിണ്ടാതിരിക്കണമെന്ന് പറയുമ്പോഴും ക്രിസ്തുവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കാൻ ഉള്ള ശക്തിയാണ് യഥാർത്ഥ ധൈര്യം. അപ്പോൾ സുവിശേഷം അത്ഭുതകരമായ ഒരു കാര്യം പറയുന്നു. യേശു നിന്നു. ഒരു നിമിഷം അവിടെ നിശബ്ദത. ജനക്കൂട്ടം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ലോകം മുന്നോട്ട് പോകുകയായിരുന്നു. എന്നാൽ മുറിവേറ്റ ഒരാളുടെ മുന്നിൽ യേശു നിന്നു. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഇന്നും യേശു മുറിവേറ്റവർക്കു വേണ്ടി നിൽക്കുന്നു. ഏകാന്തതയിൽ കഴിയുന്നവർക്കും, ദുഃഖിതർക്കും, അടിമത്തങ്ങളിൽ പെട്ടവർക്കും, മറക്കപ്പെട്ടവർക്കും, തകർന്ന ഹൃദയമുള്ളവർക്കും വേണ്ടി അവൻ ഇന്നും നിൽക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടതിന്റെ വേദന തിരുവെഴുത്തുകൾക്കും അറിയാം. സങ്കീർത്തനകാരൻ നിലവിളിക്കുന്നു, കർത്താവേ, നീ എന്തിന് ദൂരത്ത് നിൽക്കുന്നു? ക്രിസ്തുവും കുരിശിൽ നിന്ന് നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തിന്? ചിലപ്പോൾ ദൈവം മറഞ്ഞിരിക്കുന്നതുപോലെ തോന്നും. ചിലപ്പോൾ സ്വർഗം നിശബ്ദമാണെന്ന് തോന്നും. എങ്കിലും ആ നിശബ്ദതയിലും വിശ്വാസം നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചിന്ത ഇങ്ങനെ പറയുന്നു, ഞാൻ ഇരുട്ടിൽ ഇരുന്ന് യാചിക്കുകയായിരുന്നു. ദൈവവും എന്നോടൊപ്പം ആ ഇരുട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് എനിക്ക് അവനെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ആ അനുഭവം നമ്മിൽ എത്ര പേർക്കുണ്ട്? എന്നാൽ പലപ്പോഴും ഇരുട്ടിലാണ് വിശ്വാസം ഏറ്റവും ശക്തമാകുന്നത്. ബർത്തിമായിക്ക് യേശുവിനെ കണ്ണുകൾ കൊണ്ട് കാണാനായില്ല, പക്ഷേ വിശ്വാസത്തോടെ അവൻ യേശുവിനെ കണ്ടു. അപ്പോൾ യേശു അവനോടൊരു ശ്രദ്ധേയമായ ചോദ്യം ചോദിക്കുന്നു. ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ബർത്തിമായി മറുപടി പറയുന്നു, ഗുരുവേ, എനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കട്ടെ. വീണ്ടും. ആ വാക്ക് വളരെ പ്രധാനമാണ്. അതിന്റെ അർത്ഥം ഒരിക്കൽ അവൻ കാഴ്ചയുണ്ടായിരുന്നു എന്നതാണ്. പ്രത്യാശയും വ്യക്തതയും സന്തോഷവും ദിശാബോധവും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരുപക്ഷേ ഇന്നും നമ്മിൽ പലരും ഇതേ പ്രാർത്ഥന തന്നെയാകാം ചെയ്യുന്നത്. കർത്താവേ, എനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കട്ടെ. നിരാശയ്ക്ക് ശേഷം വീണ്ടും പ്രത്യാശ കാണാൻ അനുവദിക്കണമേ. വേദനയ്ക്ക് ശേഷം വീണ്ടും നന്മ കാണാൻ അനുവദിക്കണമേ. ശൂന്യതയ്ക്ക് ശേഷം വീണ്ടും ജീവിതത്തിന്റെ അർത്ഥം കാണാൻ അനുവദിക്കണമേ. ഉപേക്ഷിക്കപ്പെട്ടുവെന്ന തോന്നലിന് ശേഷം വീണ്ടും നിന്റെ സാന്നിധ്യം കാണാൻ അനുവദിക്കണമേ. ചിലപ്പോൾ രോഗശാന്തി എന്നത് പൂർണ്ണമായും പുതിയ ഒരാളാകുന്നതല്ല, വഴിമധ്യേ നഷ്ടപ്പെട്ട കാഴ്ച വീണ്ടും വീണ്ടെടുക്കുന്നതാണ്. ബർത്തിമായി യേശുവിന്റെ അടുക്കൽ വരുന്നതിനു മുമ്പ് സുവിശേഷം മറ്റൊരു പ്രധാന കാര്യം പറയുന്നു. അവൻ തന്റെ മേലങ്കി ഉപേക്ഷിച്ചു. ഒരു ഭിക്ഷക്കാരൻ മേലങ്കി എല്ലാം ആയിരുന്നു. അത് അവന്റെ സംരക്ഷണമായിരുന്നു. രാത്രിയിലെ അഭയമായിരുന്നു. ഒരുപക്ഷെ അവന്റെ ഏക സ്വത്തും അതായിരുന്നു. അത് സുരക്ഷയുടെയും തിരിച്ചറിവിന്റെയും പ്രതീകമായിരുന്നു. എന്നാൽ യേശു വിളിച്ചപ്പോൾ ബർത്തിമായി അത് ഉപേക്ഷിച്ചു. പുതിയ കാഴ്ച ലഭിക്കുന്നതിനു മുമ്പ് സുരക്ഷിതത്വത്തിനായി പിടിച്ചുപറ്റിയിരുന്നതിനെ അവൻ വിട്ടുകളഞ്ഞു. ഒരുപക്ഷെ അത് സത്യമാണ്. ചിലപ്പോൾ നാം കോപത്തെ പിടിച്ചുപറ്റുന്നു. ചിലപ്പോൾ അഹങ്കാരത്തെ. ചിലപ്പോൾ ഭയത്തെയും വിരോധത്തെയും നിരാശയെയും. ചിലപ്പോൾ നമ്മുടെ മുറിവുകൾ പോലും നമുക്ക് ഉപേക്ഷിക്കാനാകാത്ത ഒരു പഴയ മേലങ്കിയായി മാറുന്നു. എന്നാൽ ക്രിസ്തു നമ്മെ മുന്നോട്ട് വിളിക്കുന്നു. ബർത്തിമായി കാഴ്ച ലഭിച്ചപ്പോൾ സുവിശേഷം പറയുന്നു,
അവൻ യേശുവിനെ അനുഗമിച്ചു. രോഗശാന്തിക്ക് മുമ്പ് അവൻ വഴിയരികിൽ ഇരുന്നു. രോഗശാന്തിക്ക് ശേഷം അവൻ ക്രിസ്തുവിനോടൊപ്പം വഴിയിൽ നടന്നു. അതാണ് ശിഷ്യത്വം. യഥാർത്ഥ കാഴ്ച എപ്പോഴും നമ്മെ യേശുവിനെ കൂടുതൽ ധൈര്യത്തോടെ അനുഗമിക്കാൻ നയിക്കുന്നു. മറക്കപ്പെട്ടവർക്കും ശബ്ദമില്ലാത്തവർക്കും ദുർബലർക്കും വേണ്ടി ആളുകൾ നിലകൊള്ളുമ്പോഴെല്ലാം അവർ ബർത്തിമായിയുടെ ധൈര്യത്തിന്റെ പ്രതിധ്വനിയാണ്. ഓരോ കാലത്തും ലോകം നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ശബ്ദങ്ങളുണ്ട്. ദരിദ്രർ, ദുർബലർ, ജനിക്കാത്ത കുഞ്ഞുങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ടവർ, വയോധികർ, കഷ്ടപ്പെടുന്നവർ. ക്രിസ്തീയ ശിഷ്യത്വം എന്നത് അവരുടെ മാനവിക മഹത്വം വ്യക്തമായി കാണാൻ പഠിക്കുന്നതുമാണ്. ഒരു ആധുനിക ഉദാഹരണം ബർണാർഡ് നാഥൻസൺ ആണ്. ഒരിക്കൽ ഗർഭഛിദ്ര പ്രസ്ഥാനത്തിൽ ആഴത്തിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ആയിരക്കണക്കിന് ഗർഭഛിദ്രങ്ങൾ നടത്തി. എന്നാൽ വർഷങ്ങളായുള്ള ശാസ്ത്രീയ തിരിച്ചറിവുകളും ആത്മീയ പോരാട്ടങ്ങളും ഒടുവിൽ അവനെ മാറ്റിമറിച്ചു. ഗർഭസ്ഥ ശിശുവിന്റെ മാനവികത കാണാതെ താൻ അന്ധനായിരുന്നുവെന്ന് പിന്നീട് അദ്ദേഹം സമ്മതിച്ചു. ബർത്തിമായിയെപ്പോലെ അവനും അന്ധതയിൽ നിന്ന് കാഴ്ചയിലേക്ക് നടന്നു. കണ്ട ശേഷം അവൻ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. കൃപയുടെ പരിധിക്കപ്പുറം ആരുമില്ലെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു ഇന്നും കണ്ണുകൾ തുറക്കുന്നു. ക്രിസ്തു ഇന്നും ഹൃദയങ്ങളെ മാറ്റുന്നു. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെട്ടു ജീവിക്കാൻ ഒരു കുട്ടി മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദാരിദ്ര്യമാണ്. ഏറ്റവും ചെറുതിലും ദുർബലരിലും അവൾ ക്രിസ്തുവിനെ കണ്ടു. വ്യത്യസ്തമായി കാണാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ലിസ്യൂവിലെ തെരേസയും. 15 വയസ്സിൽ കാർമൽ മഠത്തിൽ പ്രവേശിക്കാൻ അവൾ വളരെ ചെറുപ്പമാണെന്ന് എല്ലാവരും പറഞ്ഞു. പലരും അവളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ബർത്തിമായിയെപ്പോലെ അവളും മിണ്ടാതിരുന്നില്ല. യേശുവിൽ പൂർണ്ണമായും വിശ്വസിച്ച് ദൈവം ഹൃദയത്തിൽ വെച്ചിരുന്ന വിളിയെ അവൾ ധൈര്യത്തോടെ പിന്തുടർന്നു. അവളുടെ ധൈര്യം ശക്തിയിൽ നിന്നല്ല, വിശ്വാസത്തിൽ നിന്നായിരുന്നു. സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത് ഇതുപോലെയുള്ള കാഴ്ചയിലേക്കാണ്. ലൗകിക കാഴ്ചയല്ല, അഹങ്കാരത്തിന്റെ കാഴ്ചയല്ല, വിശ്വാസത്തിൽ നിന്നുയരുന്ന കാഴ്ചയാണ്. ഇന്ന് യേശു നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നു, ഞാൻ നിനക്കുവേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഒരുപക്ഷേ നമുക്ക് നൽകാനാകുന്ന ഏറ്റവും സത്യസന്ധമായ മറുപടി ഇതായിരിക്കും, കർത്താവേ, എനിക്ക് വീണ്ടും കാണാൻ അനുവദിക്കണമേ. ഓരോ മനുഷ്യജീവിതത്തിന്റെയും മഹത്വം വീണ്ടും കാണാൻ അനുവദിക്കണമേ. വിശ്വാസത്തിന്റെ സൗന്ദര്യം വീണ്ടും കാണാൻ അനുവദിക്കണമേ. എന്റെ കുടുംബത്തെ നന്ദിയോടെ വീണ്ടും കാണാൻ അനുവദിക്കണമേ. വിശുദ്ധ കുർബാനയിൽ നിന്റെ സാന്നിധ്യം വീണ്ടും കാണാൻ അനുവദിക്കണമേ. വീട്ടിലേക്കുള്ള വഴി വീണ്ടും കാണാൻ അനുവദിക്കണമേ. കാരണം ഈ ജീവിതയാത്രയിൽ ആരും ഒറ്റയ്ക്കല്ല, നാം പരസ്പരം ഒരുമിച്ച് വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തുകയാണ്. ഇരുട്ടിൽ പരസ്പരം വെളിച്ചമാകാൻ നാം വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തു നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ നമുക്ക് ഇനി വഴിയരികിൽ ഇരിക്കാനാവില്ല. നാം എഴുന്നേൽക്കുന്നു. ഭയത്തിന്റെയും നിസ്സംഗതയുടെയും നിരാശയുടെയും മേലങ്കി ഉപേക്ഷിക്കുന്നു. പിന്നെ അവനെ അനുഗമിക്കുന്നു. ഒരിക്കൽ ഇരുട്ടിൽ ഇരുന്ന ഭിക്ഷക്കാരൻ ഇപ്പോൾ ലോകത്തിന്റെ വെളിച്ചത്തെ അനുഗമിച്ചുകൊണ്ട് നടക്കുന്നു. ആമേൻ.